എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായാണ്. ഉപ്പുമാവ് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ്. എന്നാൽ ഉപ്പുമാവിൻ്റെ ആ സോഫ്റ്റ് ടെക്സ്ചർ പലർക്കും ലഭിക്കാറില്ല. ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് അതിന് കാരണം. ചിലർ വെള്ളം കൂടുതൽ ഒഴിച്ച് കുഴഞ്ഞ തരത്തിലുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നമുക്കാദ്യം വെജിറ്റബിൾസ് അരിഞ്ഞു വയ്ക്കാം. ചെറിയ ഒരു സവാള, ക്യാരറ്റ്, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് ഇവ ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. 2 ഗ്ലാസ് റവയാണ് ഞാനിവിടെ എടുക്കുന്നത്. കടയിൽ നിന്നും വാങ്ങുന്ന വറുത്ത റവ. ഇത് വീണ്ടും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. 2 ഗ്ലാസ് റവയ്ക്ക് നമുക്ക് 3 ഗ്ലാസ് വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളമെടുക്കണം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 10 കാഷ്യൂനട്ട് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം 3 ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ശേഷം അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് നന്നായി വാടി വരുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ശേഷം റവ അല്പാൽപമായി ചേർത്ത് തുടർച്ചയായി ഇളക്കി കൊടുക്കണം. റവ ഒരുമിച്ച് ചേർത്താൽ ഉപ്പുമാവ് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. റവ എല്ലാം വെള്ളത്തിൽ നന്നായി കുതിരണം. എല്ലായിടവും നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇത് അടച്ചു വയ്ക്കണം. ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കാം. ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചെറിയ കട്ടകളുണ്ടെങ്കിൽ അത് ഉടച്ചെടുക്കണം. നല്ല ഉലർന്ന സോഫ്റ്റായ റവ ഉപ്പുമാവ് റെഡി.